പ്രിയ വിദ്യാർത്ഥികളെ, ഫസ്റ്റ് ഇയർ ജിയോളജിയുടെ 6ാമത്തെ ചാപ്റ്ററായ സ്ട്രീമിലെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ജിയോളജിക്കൽ വർക്ക് ഓഫ് റണ്ണിംഗ് വാട്ടർ. എന്താണ് ജിയോളജിക്കൽ വർക്ക് ഓഫ് റണ്ണിംഗ് വാട്ടർ? റണ്ണിംഗ് വാട്ടർ മീൻസ് സ്ട്രീം. ഇപ്പോൾ സ്ട്രീമിൻ്റെ ജിയോളജിക്കൽ വർക്ക് എന്തെല്ലാമാണ്? ഭൂമിയുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിൽ ഒഴുകുന്ന ജലം, അതായത് സ്ട്രീമിന് വളരെയധികം പങ്കുണ്ട്. ഗ്രഡേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൗമോപരിതലത്തിലെ ഏജൻ്റാണ് സ്ട്രീം. ഇപ്പോൾ ജിയോളജിക്കൽ വർക്ക് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 3 പ്രോസസ്സുകളിലൂടെയാണ് നമ്മൾ വിശദീകരിക്കപ്പെടുന്നത്. ഒന്ന് ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡെപ്പോസിഷൻ. ഇപ്പോൾ ജിയോളജിക്കൽ വർക്ക് ഓഫ് റണ്ണിംഗ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറോഷനായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവും, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ഡെപ്പോസിഷൻ ഉണ്ട്. ഇറോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒഴുകുന്ന ജലത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് നടക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തിലെ തേയ്മാനം. ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന തേയ്മാനമാണ് ഇറോഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഉയർന്ന പ്രദേശത്ത് നിന്ന് താഴ്ന്ന പ്രദേശത്തേക്ക് വസ്തുക്കളെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്, അതാണ് ട്രാൻസ്പോർട്ടേഷൻ. നിക്ഷേപണം എന്ന് പറഞ്ഞാൽ സ്ട്രീമിൻ്റെ വെലോസിറ്റി കുറയുമ്പോൾ, ഡിക്രീസ് ചെയ്യുമ്പോൾ അത് ഒഴുക്കിക്കൊണ്ടുവരുന്ന ലോഡ് ചില പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു, അതാണ് നിക്ഷേപണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റണ്ണിംഗ് വാട്ടറുമായി ബന്ധപ്പെട്ട പ്രോസസ്സിനെ നമ്മൾ സ്ട്രീം എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫ്ലൂവിയൽ പ്രോസസ്സ് എന്ന് വിളിക്കാറുണ്ട്. ഫ്ലൂവിയൻസ് എന്ന് പറഞ്ഞാൽ നദി എന്നാണ് അർത്ഥം. ഫ്ലൂവിയൽ എന്ന് പറഞ്ഞാൽ നദിയുമായി ബന്ധപ്പെട്ടത് എന്നാണ് അർത്ഥം. ഇപ്പോൾ ഫ്ലൂവിയൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നദിയുമായി ബന്ധപ്പെട്ടത്. ഭൂമിയിൽ ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ജിയോളജിക്കൽ ഏജൻ്റാണ് സ്ട്രീം. സ്ട്രീമിൻ്റെ ജിയോളജിക്കൽ ആക്ടിവിറ്റിയെ 3ആയി തിരിക്കാം. ഒന്ന് ഇറോഷൻ, മറ്റൊന്ന് ട്രാൻസ്പോർട്ടേഷൻ, മറ്റൊന്ന് ഡെപ്പോസിഷൻ. സ്ട്രീമുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ബന്ധിപ്പിക്കുന്ന പദമാണ് ഫ്ലൂവിയൽ പ്രോസസ്സ്. സ്ട്രീമുമായി ബന്ധപ്പെട്ട ഇറോഷണൽ പ്രോസസ്സ് എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞു ജിയോളജിക്കൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡെപ്പോസിഷൻ. അതിൽ ഇറോഷൻ പ്രോസസ്സുകൾ എന്തൊക്കെയാണ് റണ്ണിംഗ് വാട്ടറിൻ്റെ ഇറോഷണൽ പ്രോസസ്സ്. പ്രധാനമായിട്ടും റണ്ണിംഗ് വാട്ടറിൻ്റെ ഇറോഷണൽ പ്രോസസ്സാണ്. ദ പ്രോസസ് ഓഫ് ഇറോഷൻ ബൈ സ്ട്രീം ഇൻവോൾവ്സ് ദ ഫോളോയിങ്. വൺ ഈസ് ഹൈഡ്രോളിക് ആക്ഷൻ, സെക്കൻഡ് വൺ ഈസ് അബ്രേഷൻ അല്ലെങ്കിൽ കൊറേഷൻ, അട്രീഷൻ, ദെൻ കൊറോഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ. പ്രധാനമായിട്ടും ഈ 4 പ്രവർത്തനങ്ങളാണ് ഫ്ലൂവിയൽ ഇറോഷൻ്റെ പ്രോസസ്സുകളായിട്ട് അറിയപ്പെടുന്നത്. എന്താണ് ഹൈഡ്രോളിക് ആക്ഷൻ? ഹൈഡ്രോളിക് ആക്ഷൻ സ്ട്രീമിൻ്റെ ശക്തമായ പ്രവർത്തന ഫലമായിട്ട് പാറക്കഷ്ണങ്ങളെയും മറ്റു പദാർത്ഥങ്ങളെയും ജലത്തിൻ്റെ കഴിവിനാൽ നീക്കം ചെയ്യപ്പെടുന്ന പ്രോസസ്സാണിത് ഹൈഡ്രോളിക് ആക്ഷൻ. ഹൈഡ്രോളിക് ആക്ഷൻ ഈസ് എ ഫോം ഓഫ് ഇറോഷൻ that is mostly caused by the force of inherent in moving water to dislodge and transport rock particles. ഒരു വലിയ മണൽ കൂനയിലേക്ക് നമ്മൾ ഹോസ്, നല്ല വെള്ളത്തിൻ്റെ ശക്തമായ ഒഴുക്കുള്ളൊരു ഹോസ് അതിലേക്ക് അടിക്കുകയാണെങ്കിൽ ആ മണലും ആ ക്ലേയും അവിടെയുള്ള പദാർത്ഥങ്ങളും ചിന്നിച്ചിതറി മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നത് കാണാം. അതൊരു ഹൈഡ്രോളിക് ആക്ഷന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അതുപോലെ വെള്ളത്തിൻ്റെ അതിശക്തമായ പ്രവർത്തന ഫലമായിട്ട് പാറക്കഷ്ണങ്ങളെയും മറ്റു പദാർത്ഥങ്ങളെയും ജലത്തിൻ്റെ കഴിവിനാൽ നീക്കം ചെയ്യപ്പെടുന്ന പ്രവർത്തനത്തെ ഹൈഡ്രോളിക് ആക്ഷൻ എന്ന് വിളിക്കാം. ദെൻ രണ്ടാമത്തെ അബരേഷൻ അല്ലെങ്കിൽ കൊറേഷൻ. റണ്ണിംഗ് വാട്ടറിൻ്റെ പ്രവർത്തന ഫലമായി സ്ട്രീം ചാനലിൻ്റെ വശങ്ങളിലോ അടിയിലോ നടക്കുന്ന ഗ്രൈൻഡിങ്, റബ്ബിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങളെ അബ്രേഷൻ എന്ന് പറയാം. Abrasion is the process of mechanical erosion of the rocks of the earth's surface caused when rock materials are transported across it by running water. റണ്ണിംഗ് വാട്ടറിൻ്റെ ഫലമായിട്ടുള്ള മെക്കാനിക്കൽ ഇറോഷനെ അബ്രേഷൻ എന്ന് പറയാം. The process involves the wearing, grinding or rubbing, bumping action of the rocks of the channel floor and the channel sides with other rock fragments by a stream.
The resultant effect on the rock is called aberration. അബറേഷൻ എന്ന് പറഞ്ഞാൽ റണ്ണിംഗ് വാട്ടറിൻ്റെ ശക്തമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് സ്ട്രീം ചാനലിൻ്റെ വശങ്ങളിലോ അടിയിലോ നടക്കുന്ന ഗ്രൈൻഡിങ് എന്ന് പറയുന്ന പ്രവർത്തനം, വിയറിംഗ്, റബ്ബിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങളെ നമുക്ക് അബറേഷൻ എന്ന് പറയാം. ഇതിൻ്റെ ഫലമായിട്ട് കൊറോഷൻ ഈസ് ലാർജ്ലി അല്ലെങ്കിൽ അബറേഷൻ ഈസ് ലാർജ്ലി റെസ്പോൺസിബിൾ ഫോർ ദ എബിലിറ്റി ഓഫ് ദ സ്ട്രീം ടു ഡീപ്പൻ ദെയർ ചാനൽസ് ആൻഡ് ക്രിയേറ്റിംഗ് നാരോ ഡീപ് സ്ട്രീം ചാനൽസ് നോൺ ആസ് ഗോർജസ് കാനിയോൺസ്. ഇപ്പം കാനിയോൺസ്, ഗോർജസ് ഇതൊക്കെ വാലീസ് ആണ്. വാലീസ് താഴ്വരകൾ. ഈ താഴ്വരകൾ സ്റ്റീപ്പായിട്ടുള്ള, കുത്തനെയുള്ള, സ്റ്റീപ്പായിട്ടുള്ള, ആഴമുള്ള വാലീസ് ഉണ്ടാകുന്നതൊക്കെ ഈ അബറേഷൻ്റെ പ്രവർത്തന ഫലമായിട്ടാണെന്ന് പറയാം. ഗോർജസും കാനിയോൺസൊക്കെ. ദെൻ മൂന്നാമത്തെ പ്രവർത്തനം അട്രീഷൻ. സ്ട്രീം വഹിച്ചു കൊണ്ടുപോകുന്ന പദാർത്ഥങ്ങൾ പരസ്പരമുള്ള തട്ടലും ഉരസലും മൂലം ചെറു കഷ്ണങ്ങളാവുകയോ മിനുസമുള്ളതാവുകയോ റൗണ്ടഡ് ആവുകയോ ചെയ്യുന്ന പ്രക്രിയയെ അട്രീഷൻ എന്ന് പറയുന്നു. Attrition, the mutual wear and tear suffered by the transport materials themselves while in transport, whereby they are broken down, smoothened and rounded, is called attrition. സ്ട്രീം വഹിച്ചു കൊണ്ടുപോകുന്ന പദാർത്ഥങ്ങൾ പരസ്പരമുള്ള തട്ടലും ഉരസലിൻ്റെയും ഫലമായിട്ട് ചെറു കഷ്ണങ്ങളാവുകയോ മിനുസമുള്ളതാവുകയോ റൗണ്ടഡ് ആവുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെ അട്രീഷൻ എന്ന് പറയാം. ദെൻ സൊല്യൂഷൻ ഓർ കൊറോഷൻ. ബെഡ്റോക്കിൻ്റെ ഉപരിതലം ജലപ്രവാഹത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രാസപ്രവർത്തനം മൂലം ദ്രവീകരണത്തിന് വിധേയമാകുന്ന പ്രോസസ്സാണിത്. അതായത് രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് മാറ്റം സംഭവിക്കുക. വിയറിംഗ് ഡൗൺ ഓഫ് സർഫസ് ഓഫ് ദ ബെഡ്റോക്ക് ബൈ ദ സോൾവെന്റ് ആൻഡ് കെമിക്കൽ ആക്ഷൻ ഓഫ് നാച്ചുറൽ വാട്ടർ ഈസ് റെഫേർഡ് ടു ആസ് സൊല്യൂഷൻ. സോൾവെന്റ് ആക്ഷൻ ഓഫ് വാട്ടർ എന്ന് നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ട് ഈ വെതറിങ്ങിൽ. അപ്പോൾ വെള്ളം സാർവലായകമാണ്, അതിനെ എല്ലാറ്റിനും ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് പദാർത്ഥങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്ന പ്രവർത്തനമാണ് സൊല്യൂഷൻ. ഇത് ലൈംസ്റ്റോൺ ശിലകളിലും ജിപ്സം പോലുള്ള ശിലകളിലും റോക്ക് സാൾട്ട് പോലുള്ള ശിലകളിലുമാണ് ഏറ്റവും കൂടുതൽ ഇത് പ്രകടമാകുന്നത്. ഈ കൊറോഷൻ്റെ ആക്ടിവിറ്റി, സൊല്യൂഷൻ്റെ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ശിലകളാണ് ലൈംസ്റ്റോൺ, ജിപ്സം, റോക്ക് സാൾട്ട്. അപ്പോൾ ജിയോളജിക്കൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡെപ്പോസിഷൻ. എന്താണ് ഇറോഷൻ എന്ന് പറഞ്ഞു? ഇറോഷണൽ പ്രോസസ്സ് പറഞ്ഞു. ഇറോഷണൽ പ്രോസസ്സ് ഹൈഡ്രോളിക് ആക്ഷൻ, അബറേഷൻ, അട്രീഷൻ, കൊറോഷൻ. ഇനി രണ്ടാമത്തെ പ്രോസസ്സ് സ്ട്രീം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സ്ട്രീം ട്രാൻസ്പോർട്ടേഷൻ സ്ട്രീമിനാൽ വഹിച്ചു കൊണ്ടുപോകുന്ന ജലമല്ലാത്ത മറ്റെല്ലാ വസ്തുക്കളെയും ചേർത്ത് നമുക്ക് സ്ട്രീം ലോഡ് എന്ന് പറയാം. സ്ട്രീം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴ്ന്ന സ്ഥലത്തേക്ക്, ഉയർന്ന പ്രദേശത്ത് നിന്ന് താഴ്ന്ന പ്രദേശത്തേക്ക് വസ്തുക്കളെ കൈമാറ്റം ചെയ്യുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് നദി ഒഴുക്കിക്കൊണ്ടുവരുന്ന വസ്തുക്കളെ നമുക്ക് ലോഡ് എന്ന് വിളിക്കാം. ദ മെറ്റീരിയൽ അതർ ദാൻ വാട്ടർ ട്രാൻസ്പോർട്ടഡ് ബൈ എ സ്ട്രീം ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഇറ്റ്സ് ലോഡ്. ഒരു നദി ഒഴുക്കിക്കൊണ്ടുവരുന്ന ജലമല്ലാത്ത ഏതൊരു പദാർത്ഥത്തെയും നമുക്ക് ലോഡ് എന്ന് പറയാം. പ്രധാനമായിട്ടും ലോഡ് ക്യാരീസ് ബൈ സ്ട്രീം കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് 3 ടൈപ്സ്. പ്രധാനമായും 3 ടൈപ്പിലുള്ള ലോഡുണ്ട്. ഒന്ന് സസ്പെൻഡഡ് ലോഡ്, മറ്റൊന്ന് ബെഡ് ലോഡ്, വേറൊന്ന് ഡിസോൾവ്ഡ് ലോഡ്. എന്താണ് സസ്പെൻഡഡ് ലോഡ്? മറ്റൊന്ന് ബെഡ് ലോഡ്, മറ്റൊന്ന് ഡിസോൾവ്ഡ് ലോഡ്. സസ്പെൻഡഡ് ലോഡ് ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇറ്റ് ഈസ് ദ വിസിബിൾ ക്ലൗഡ് ഓഫ് സെഡിമെന്റ്സ് a stream carries and is made up of fine sand, silt and clay sediments that are light enough to be transported in the stream water in the state of suspension. അതായത് ക്ലേ പോലത്തെ പദാർത്ഥങ്ങൾ, സിൽറ്റ് പോലത്തെ, സാൻഡ് പോലത്തെ പദാർത്ഥങ്ങൾ ഇപ്പോൾ പ്രളയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആകെ കലങ്ങിയിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാം. അത് ബെഡ് റോക്ക്, അടിയിലെ സ്ട്രീമിൻ്റെ അടിയിലൂടെ ആവില്ല പോവുക, അത് മുകളിലൂടെ ഒഴുകിയിട്ടായിരിക്കും പോവുക. ഈ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. സ്ട്രീമിൻ്റെ ശക്തമായ പ്രവാഹം മൂലം ഇത്തരം ലോഡുകൾ നദീജലത്തിൽ പൊങ്ങിക്കിടക്കുകയോ ചാനലിൻ്റെ അടിവശത്ത് തട്ടാതെ സഞ്ചരിക്കുകയും ചെയ്യും.
ഈ രീതിയിലുള്ള ചലനമാണ് സസ്പെൻഡഡ് ലോഡ് എന്ന് പറയുന്നത്. വെള്ളപ്പൊക്ക സമയത്ത് കാണപ്പെടുന്ന ഇത്തരം പദാർത്ഥങ്ങൾ ആണ് സസ്പെൻഡഡ് ലോഡ്. അത് അധികവും ക്ലേ, സിൽറ്റ്, സാൻഡ് പോലത്തെ പദാർത്ഥങ്ങളായിരിക്കും. അതായത് നദീജലത്തിന് വളരെ ഈസി ആയിട്ട് എടുത്ത് പൊക്കി കൊണ്ടുപോകാൻ പറ്റുന്ന പദാർത്ഥങ്ങളാണ് ഈ സസ്പെൻഡഡ് ലോഡ് എന്ന വിഭാഗത്തിൽ പെടുന്നത്. മറ്റൊന്ന് ബെഡ് ലോഡ്. സസ്പെൻഡഡ് ലോഡ് ഇപ്പോൾ സ്ട്രീം ട്രാൻസ്പോർട്ടേഷനിൽ 3 പദാർത്ഥങ്ങൾ: സസ്പെൻഡഡ് ലോഡ്, സെക്കൻഡ് വൺ ബെഡ് ലോഡ്, തേർഡ് വൺ ഡിസോൾവ്ഡ് ലോഡ്. എന്താണ് ബെഡ് ലോഡ്? സ്ട്രീമിൻ്റെ അടിവശത്തു കൂടി വഹിക്കപ്പെടുന്ന സ്ട്രീം ലോഡാണ് ബെഡ് ലോഡ്. ഇത് ഭാരക്കൂടുതലുള്ളതായിരിക്കും, വലുതുമായിരിക്കും. ഭാരക്കൂടുതലുള്ളതും വലുതുമായ സ്ട്രീമിൻ്റെ അടിവശത്തു കൂടി വഹിക്കപ്പെടുന്ന ലോഡിനെ നമുക്ക് പറയാം ബെഡ് ലോഡ് എന്ന്. ബെഡ് ലോഡ് is that part of the stream's load transported along its bottom or bed of its channel. This part of load is made up of particles too large or too heavy to be carried in suspension. Bed load in streams is transported in 2 ways. First, traction. മറ്റൊന്ന് സാൾട്ടേഷൻ. ബെഡ് ലോഡ് 2 തരത്തിൽ സഞ്ചരിക്കാം. ഒന്ന് ട്രാക്ഷൻ എന്ന രൂപത്തിലും മറ്റൊന്ന് സാൾട്ടേഷൻ എന്നുള്ള രൂപത്തിലും. ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രീം ബെഡിലൂടെ പദാർത്ഥങ്ങൾ ഉരുണ്ടോ, തെന്നിയോ, ഉരസിയോ മുന്നോട്ട് നീങ്ങുക. ട്രാക്ഷൻ, ഉരസിയിട്ട് മുന്നോട്ട് നീങ്ങുക, ഉരുണ്ടിട്ട് മുങ്ങുക, തെന്നിയിട്ട് മുന്നോട്ട് നീങ്ങുക. ആ രീതിയിലുള്ള പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ട്രാക്ഷൻ. which involves mostly forward movement through rolling and sliding of the particles along the stream bed. The second one is saltation, a bouncing like movement. സാൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ബൗൺസിങ് ലൈക്ക് മൂവ്മെൻറ്റ്. ബൗൺസ് ചെയ്യുന്നത് പോലെ സഞ്ചരിക്കുന്നതിനെ സാൾട്ടേഷൻ എന്ന് പറയുന്നു. നമ്മളൊരു കുളത്തിൽ കല്ല് നമ്മൾ തെറിപ്പിക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് ബോൾ പോണ പോലെ ഇങ്ങനെ തെറിച്ച് 2, 3, 4 പക്ഷെ ഇങ്ങനെ ബൗൺസ് ചെയ്ത് പോണ കാണാം. ആ രീതിയിലുള്ള ചലനത്തെ സാൾട്ടേഷൻ എന്ന് പറയും. അടുത്തത് ഡിസോൾവ്ഡ് ലോഡ്. അപ്പോൾ ജിയോളജിക്കൽ വർക്ക് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന് ഇറോഷൻ എന്താണെന്ന് വിശദീകരിച്ചു, ഇറോഷൻ പ്രോസസ്സുകൾ പറഞ്ഞു. ദെൻ ട്രാൻസ്പോർട്ടേഷനിൽ നമ്മൾ ബെഡ് ലോഡ് എന്താന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ലോഡ് എന്താന്ന് പറഞ്ഞു. അത് 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. സസ്പെൻഡഡ് ലോഡ് എന്താണ്, ബെഡ് ലോഡ് എന്താന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഡിസോൾവ്ഡ് ലോഡ്. സ്ട്രീമിൽ ലയിച്ചു ചേർന്ന അയോണുകളുടെ രൂപത്തിലുള്ള ലോഡാണ് ഡിസോൾവ്ഡ് ലോഡ്. ഡിസോൾവ്ഡ് ലയിച്ചു ചേർന്നത്, പദാർത്ഥങ്ങൾ ലയിച്ചു ചേർന്നത്, രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് പദാർത്ഥങ്ങൾ ലയിച്ചു ചേരുക, സൊല്യൂഷൻ്റെ ഒക്കെ ഫലമായിട്ട് ലയിച്ചു ചേരുക. ഇത് രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. The portion of the load carried by a stream as ions in solution is termed its dissolved load. അപ്പോൾ ഡിസോൾവ്ഡ് ലോഡ് എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് സ്ട്രീം ഡെപ്പോസിഷൻ. സ്ട്രീം ഡെപ്പോസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രീം ഡെപ്പോസിറ്റ് ചെയ്യുന്ന സെഡിമെൻറ്റിനെ പൊതുവെ അലൂവിയം എന്ന് വിളിക്കാറുണ്ട്. സ്ട്രീം ലോഡിൻ്റെ ഡെപ്പോസിഷനെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് സ്ട്രീമിൻ്റെ വെലോസിറ്റിയുടെ കുറവ്. ഒരു നദി ഒഴുകുമ്പോൾ അതിൻ്റെ വെലോസിറ്റിയിൽ, പ്രവേഗത്തിൽ കുറവുണ്ടാകുമ്പോഴാണ് ഡെപ്പോസിഷൻ നടക്കുന്നത്. അതുപോലെ ജലത്തിൻ്റെ വ്യാപ്തത്തിൻ്റെ, വോള്യൂം ഓഫ് വാട്ടറിൻ്റെ കുറവ് സംഭവിക്കുമ്പോഴും സ്ട്രീമിൽ ഡെപ്പോസിഷൻ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. Alluvium is a general term for sediment deposit by stream. The term fluvial deposit is also used as synonym of alluvium. അപ്പോൾ സ്ട്രീം ഡെപ്പോസിഷൻ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതോട് കൂടിയിട്ട് ജിയോളജിക്കൽ വർക്ക് ഓഫ് സ്ട്രീം എന്ന് പറയുന്ന ആ ഭാഗം ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.